ഹലോ ഡിയേഴ്സ്, അസ്ജദ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേറ്ററ്റിന് ചോദിക്കുന്ന സൈക്കോളജി പാർട്ടിൽ നിന്നും ഒരു 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് ഓപ്ഷൻ എ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ്, ബി മത്സരത്തിലൂടെയാണ്, സി സമൂഹമായിട്ടാണ്, ഡി ഇതൊന്നുമല്ല. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് സമൂഹവുമായി ബന്ധപ്പെടുത്തിയാണ് കുട്ടി പഠിക്കുന്നത്. കാരണം കുട്ടി ആദ്യം കുടുംബത്തിൽ നിന്ന്, പിന്നെ കുട്ടി ഇറങ്ങുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് അതൊരു സമൂഹമാണല്ലോ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാം. മറ്റു കുട്ടികളുമായിട്ട് ചേർന്നിട്ട് കുട്ടി പഠിക്കുന്നത് പോലെ വീട്ടിൻ്റെ പരിസരത്തിൽ നിന്ന് കുട്ടി പഠിക്കുന്നു. അപ്പോൾ പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ്? സമൂഹമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 8 വയസ്സ് പ്രായമുള്ള അഹദിന് വസ്തുക്കളെ അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാകും. പിയാഷെയുടെ അഭിപ്രായത്തിൽ അഹദിനുള്ള കഴിവാണ് റിവേഴ്സിബിലിറ്റി, ശ്രേണീകരണം, സ്ഥിരത, സന്തുലീകരണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അഹദ് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ ക്രമീകരിക്കുന്നു. അതായത് ചിലപ്പം ചെറുതിൽ നിന്ന് വലുതിലോട്ടായിരിക്കാം, വലുതിൽ നിന്നും ചെറുതിലോട്ടായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അത് എന്താകും? നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാമല്ലോ, ഒരു ശ്രേണി പോലെ ആകും അല്ലേ? അപ്പോൾ അത് ലോജിക്ക് അനുസരിച്ച് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ശ്രേണീകരണമാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ശ്രേണീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത് പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് മൂല്യനിർണ്ണയം ഇതൊന്നുമല്ല. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഡയഗ്നോസ് ചെയ്യുകയാണല്ലേ, എന്താണ് പ്രശ്നം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു രോഗം വന്നു കഴിഞ്ഞാൽ തന്നെയും ഡോക്ടറെ കാണും അല്ലേ, ഡയഗ്നോസ് ചെയ്യിക്കും ഇതെന്ത് പ്രശ്നമാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് പഠനത്തിൽ പ്രശ്നം വന്നപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? ഡയഗ്നോസ് ചെയ്യാൻ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു ഇവാലുവേഷൻ ആണല്ലേ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ പ്രതിഭാധനരായ കുട്ടി ഏത്? നോക്കൂ, പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജ്യോതികയ്ക്ക് പഠിക്കാനുള്ള അഭിപ്രേരണ കുറവാണ്. നന്നായി പഠിക്കുവാനാകുമെന്ന വിശ്വാസം നസ്മിയയ്ക്കില്ല. വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളാണ് ആഷ്ന. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നെ നമുക്ക് നോക്കാം. പ്രതിഭാധനരായ, അതായത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, നല്ലവണ്ണം പഠിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും മിടുക്കരായ കുട്ടികളാണ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കൂ, പൊതുവായിട്ടുള്ള അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കുട്ടി നല്ല ഗിഫ്റ്റഡ് കുട്ടിയായിരിക്കുമോ? അല്ല. അപ്പോൾ അത് ക്യാൻസലാക്കാം നമുക്ക്. ജ്യോതികയ്ക്ക് പഠിക്കാനുള്ള അഭിപ്രേരണ കുറവാണ്. സ്വന്തമായിട്ട് പോലും അഭിപ്രേരണ ഇല്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ആ ഓപ്ഷനും ക്യാൻസലാക്കാം. 3 നോക്കൂ, നന്നായി പഠിക്കുവാനാകുമെന്ന വിശ്വാസം നസ്മിയയ്ക്കില്ല. അപ്പോൾ സ്വയം ആത്മവിശ്വാസം പോലുമില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ 3 ഓപ്ഷൻസും പോയി. അപ്പോൾ ആൻസർ എന്താണ്? വളരെയധികം ജിജ്ഞാസയുള്ളതും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളാണ് ആഷ്ന. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണ്ണയ രീതിയാണ് സ്വീകരിക്കുക? ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് മൂല്യനിർണ്ണയം. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതി ഏതാണ്? ഫോർമേറ്റീവ് മൂല്യനിർണ്ണയം. പഠന പുരോഗതി കണ്ടെത്താനായിട്ട്, നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഫോർമേറ്റീവ് മൂല്യനിർണ്ണയം. മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് മൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും പഠിക്കുക. ഇപ്രാവശ്യം തന്നെ എന്ത് ചെയ്യണം? എല്ലാവർക്കും കേറ്ററ്റ് കിട്ടണം. അത്തരത്തിൽ എല്ലാവരും പഠിക്കുക. താങ്ക് യു.